കെനിയയിൽ നിന്ന് 24 പ്രതിനിധി ഷെറി യോഹന്നാൻ ചേരുകയാണ്. ഷെറി, 12,000 വർഷങ്ങൾക്കു ശേഷമാണ് ആ അഗ്നിപർവ്വതം അവിടെ പൊട്ടിത്തെറിക്കുന്നത്, ഹേലി ഗുബി എന്ന അഗ്നിപർവ്വതം. എന്തൊക്കെയാണ് കെനിയയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇവിടെ നിന്ന് 800 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ എത്യോപ്യ ബോർഡർ എത്തുകയാണ്. അത് മൊയല കൗണ്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്യോപ്യ ഒരു ലാൻഡ് ലോക്ക് കൺട്രിയാണ്. അതായത് 6 രാജ്യങ്ങൾ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് എത്യോപ്യ. എന്നാൽ ഈ 6 രാജ്യങ്ങളും, ജിബൂട്ടിയാണ് അവരുടെ സീ പോർട്ട്, എന്നാൽ ഈ 6 രാജ്യങ്ങളിലും വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എത്യോപ്യയിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഈ ഹൈഗൂബി എന്ന് പറയുന്ന ആ വാൽക്കാനോയുടെ അടുത്ത് തന്നെ മറ്റുള്ള പർവ്വതങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അധികം ജനങ്ങൾ അടുത്ത് താമസിക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ അതിന്റെ പുക വളരെയധികം അവിടെ വന്നിട്ടുണ്ടെന്നും അതിന്റെ അകത്ത് വിഷാംശമുള്ള പുക ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ളവർ ഇനിയും ശ്രദ്ധിക്കണം എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആളപായങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും ഇത് ശ്വസിക്കുന്നത് വഴി ഉള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പോൾ നിരീക്ഷകർ ഒരുപാട് കൺസേൺഡ് ആണ്. പിന്നെ ഈ 6 രാജ്യങ്ങളിൽ തന്നെ ഒരു രാജ്യവും വലുതായിട്ടുള്ള പ്രശ്നങ്ങളില്ല. കാരണം ഇത് റെഡ് സീ, ജിബൂട്ടിയിൽ നിന്ന് റെഡ് സീ ക്രോസ് ചെയ്താണ് യമനിൽ. അതായത് കാറ്റിന്റെ ഗതി അനുസരിച്ചാണ് ഇത് നേരെ ഇന്ത്യയിലേക്ക് പോയിരിക്കുന്നത്. ഇനിയുമാണ് അവിടുത്തെ എന്തൊക്കെയാണ് ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇനിയുമാണ് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കേണ്ടത്. കാരണം ഇതിന്റെ ചാരം പുകയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ടും അതിന്റെ കാറ്റിന്റെ ഗതി അനുസരിച്ച് പലയിടത്തും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതും കൊണ്ട് തന്നെ നമ്മൾക്കത് ഇപ്പോൾ ഒന്നും തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാൽ ഈ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷെറി, അവിടെ ഏതായാലും ജനജീവിതത്തെ ഇത് ബാധിച്ചിട്ടില്ലല്ലോ അല്ലേ? ഷെറി ഉൾപ്പെടെ ഈ വായു, അവിടുത്തെ അന്തരീക്ഷത്തിലോ വായു ഗുണനിലവാര സൂചികയിലോ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലേ? ഇല്ല. കാരണം ഇത് നോർത്തേൺ സൈഡിലാണ് ഈ എറപ്ഷൻ നടന്നിരിക്കുന്നത്. കെനിയ എന്നൊക്കെ പറയുന്നത് സദേൺ സൈഡാണ്, എത്യോപ്യയുടെ താഴത്തെ സൈഡാണ്. അതുകൊണ്ട് ഇവിടെ ബാധിച്ചിട്ടേ ഇല്ല. ഈവൻ ജിബൂട്ടിയാണ് ഇതിന്റെ അടുത്ത് കിടക്കുന്നത്. പക്ഷെ ജിബൂട്ടിയിൽ പോലും അധികം പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ ഇത് റെഡ് സീ ക്രോസ് ചെയ്ത് യമനിലേക്ക് പോയാണ്. കാറ്റിന്റെ ഗതി അനുസരിച്ച് ആ പോക്ക് പോയതായിരിക്കണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരാൻ കാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.